ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ബറക്കത്ത് വേണം. നമ്മൾ എപ്പോഴും ദുആ ചെയ്യും, പടച്ചോനെ ബറക്കത്ത് താ അല്ലാ, ബറക്കത്ത് താ അല്ലാ, ബറക്കത്ത് താ അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ദുആ ചെയ്യും. പടച്ചോനെ ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് താ അല്ലാ, ഞങ്ങളുടെ ഭാര്യമാരിൽ ബറക്കത്ത് താ അല്ലാ, ഞങ്ങളുടെ മക്കളിൽ ബറക്കത്ത് താ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും. ബറക്കത്ത് വേണം. ഞാൻ പറയണ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം. നിസ്കരിക്കോ? അതിനു മുമ്പ് എന്ത് ചെയ്യണം? ആദ്യമേ ഫർള് നിസ്കരിക്കണം. അല്ലാഹു ഈമാൻ നൽകട്ടെ. ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ ഞാൻ പറയണ ഈ 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഏതാ ആരെങ്കിലും ഒരാളെന്റെ പ്രിയപ്പെട്ടവരെ ളുഹാ നിസ്കരിച്ചാൽ അൽഹംദുലില്ലാഹ്, പടച്ചവനെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതോ ഇസ്സത്ത് നൽകുന്നതാ. ളുഹാ നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാൽ അവനിക്ക് അല്ലാഹു ദാരിദ്ര്യത്തില്ല ബറക്കത്ത് നൽകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ളുഹ നിസ്കരിക്കണവരുണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിയ. ളുഹറല്ല കേട്ടോ, ഉണ്ടോ? ളുഹ അൽഹംദുലില്ലാഹ്. സ്ഥിരം നിസ്കരിക്കണമുണ്ടെങ്കിൽ ഒന്ന് കൈമുക്കോ. ളുഹാ നിസ്കാരം സ്ഥിരം നിസ്കരിക്കണവര് ഉണ്ടോ? ഉള്ളതാണ്. പടച്ചോൻ കുപ്പിയിലിട്ട് നരകത്തി വിടും. സ്ഥിരം നിസ്കരിക്കണവർ, സ്ഥിരം എല്ലാ ദിവസവും ളുഹാ നിസ്കരിക്കണവര് 1 ആൾ, 2 ആൾ, 3 ആൾ, 4 ആൾ പൊക്കിക്കപ്പ ഉണ്ടോ? ഇന്നുണ്ടോ? 5 ആൾ. അല്ലാഹു ബറക്കത്ത് നൽകും. എന്തേ? ളുഹാ നിസ്കരിക്കണവർക്ക് അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പുള്ള 2 വിഭാഗമുണ്ട്. ആരാ? അള്ളാഹുവിന്റെ കോടതിയിൽ തലയെടുപ്പുള്ള 2 വിഭാഗമുണ്ട്. ആശിഖ്ദാരിമിയും പള്ളിയിലെ ഖത്തീബും പ്രസിഡന്റും ഹക്കീമും കമ്മിറ്റിക്കാരും ഒക്കെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുമ്പോ 2 വിഭാഗം ആളുകൾ പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോട് കൂടി കടന്നു വരും. ആരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്, പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ തലയെടുപ്പോട് കൂടി കടന്നു വരുന്ന 2 വിഭാഗമുണ്ട് മോനെ. അതിലൊന്നാമത്തെ വിഭാഗമാരോ എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമല്ലോ. കൊരങ്ങന്റെ രൂപത്തിലു, കഴുകന്റെ രൂപത്തിലു, കഴുതയുടെ രൂപത്തിലു, കൈയില്ലാതെ കാലില്ലാതെ മോശത്തരം എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്തവരെല്ലാം പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. സ്വർഗം കിട്ടുമോ? നരകം കിട്ടുമോ? അദാബ് കിട്ടുമോ? നന്മ കിട്ടുമോ? ഹൗദുൽ കൗസർ കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് ചെമ്മിന്റെ തറയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിൽക്കുമ്പോ, അല്ലാഹുവേ സൂര്യന്റെ കീഴില് വിയർത്തൊലിച്ചുകൊണ്ട് നഗ്നരായി നിൽക്കുമ്പോ, അല്ലാഹുവേ 2 പേരെന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. അവരാരെന്നറിയോ? അവരുടെ പെടലിന്റെ പ്രിയപ്പെട്ടവരെ ഇസ്സത്തോടെ തലയെടുപ്പോട് കൂടെ നിൽക്കുകയാണ്. അവരുടെ മുഖമുണ്ടല്ലോ പ്രകാശിച്ചിരിക്കുകയാണ്. നമ്മളെന്റെ പ്രിയപ്പെട്ടവരെ മലായിക്കത്തുകളോട് ചോദിക്കുകയാണ്, അതാരാണ് അല്ലാഹ്? ഉടൻ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ മലക്കുകളതാ പറയുകയാണ്, നമസ്കരിക്കുന്നവനെന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടെ ഇസ്സത്തോടെ റാഹത്തോടെ പ്രകാശിച്ചുകൊണ്ട് കടന്നു വരുന്നതോ. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദാണ് പ്രിയപ്പെട്ടവരെ. 25,000-നും 20,000-നും 15,000-നും 10,000-നും 5,000-നും 2,000-നും 3,000-നും എന്റെ പ്രിയപ്പെട്ടവരെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട മുഅദ്ദിൻ ഉസ്താദുമാരാ. അല്ലാഹുവേ, നമ്മൾ മുല്ലാഖി എന്ന് വിളിച്ച് കളിയാക്കിയ മുഅദ്ദിൻ ഉസ്താദുണ്ടല്ലോ, ബാങ്ക് വിളിക്കുന്ന ചങ്ങാതി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന മോനെ, നീയതോ പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതാ. ആ സമയത്ത് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഉസ്താദുണ്ടല്ലോ, കടന്നു വരുന്നതെങ്ങനോ എന്റെ പ്രിയമുള്ളവരെ മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് ഇസ്സത്തോടെ റാഹത്തോടെ തലയെടുപ്പോടെ കടന്നു വരുന്നതോ.
നിസ്കരിക്കുന്നവൻ പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടെ കടന്നു വരും. പിന്നെ പള്ളിയിൽ ബാങ്ക് വിളിക്കണം മുല്ലാക്ക മുഅദ്ദിൻ സാഹിബ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് തലയെടുപ്പോടെ കടന്നു വരുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറയണ ചങ്ങാതി, ഇടക്കിടക്ക് പള്ളിയിൽ ബാങ്ക് കൊടുക്കണം, ഇടക്കിടക്ക് പള്ളിയിൽ ബാങ്ക് കൊടുക്കണം. ഉസ്താദ് ഇവിടുത്തെ മോദി സാഹിബ് ആരാ ബാങ്ക് കൊടുക്കണത്? ഇപ്പൊ തലയൊക്കെ കൊണ്ട് ചീമാനോടെ ഇരിക്കാം. പക്ഷെ പടച്ചോന്റെ പരലോകത്ത് എന്നെ പ്രിയപ്പെട്ടവരെ തലയെടുപ്പോട് നിൽക്കും. ഉസ്താദ് എത്ര കൊല്ലേ ബാങ്ക് വിളിക്കണം കിട്ടി? എത്ര കൊല്ലേ ബാങ്ക് വിളിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കൊല്ലേ? 13 കൊല്ലം. 13 കൊല്ലം അല്ലേ? മദ്രസയൊക്കെ പഠിപ്പിക്കണുണ്ടോ? മദ്രസ ഇല്ല. ബാങ്ക് മാത്രം വിളിക്കണ ഒരു ചങ്ങാതിരിക്കണം എന്നൊക്കെ ഈ ഉസ്താദ് നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് ഖത്തീബ് പോലും തലകുനിച്ചിരിക്കേണ്ടി വരും, ആശിക്കുദാരും തലകുനിച്ചിരിക്കേണ്ടി വരും, കമ്മറ്റിക്കാര് തലകുനിച്ചിരിക്കേണ്ടി വരും. പക്ഷെ പള്ളിയിൽ ഉസ്താദ് കണ്ടില്ലടപ്പാ, ഞാൻ ബാങ്ക് വിളിച്ചതുകൊണ്ട് തലയെടുപ്പോടെ നിൽക്കണമെന്ന് കണ്ടില്ല എന്ന് ആ ഉസ്താദിന് തന്റെ അടുത്തോടെ പറയാം. അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, പള്ളിയിൽ ഒരു തവണയെങ്കിലും ബാങ്ക് വിളിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. അക്കീം വിളിച്ചിട്ടുണ്ടോ? ബാങ്ക ഉണ്ടോ? ഒരു തവണയെങ്കിലും. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ അവസരം കിട്ടിയ ബാങ്ക് വിളിക്കണതിൽ പ്രതിഫലമുണ്ട്. ഇനി ഞാൻ പറഞ്ഞു പള്ളിയിൽ ബാങ്ക് വിളിച്ച പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ നമ്മുടെ മുഅദ്ദിൻ ഉസ്താദ് മൈക്കിൽ സ്വിച്ച് ഇട്ട് ബാങ്ക് വിളിക്കാനായിട്ട് ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബാങ്ക് കൊടുക്കാന്ന് പറഞ്ഞ ഉസ്താദിന്റെ ജോലി കളയരുത്. അവസരം കിട്ടുമ്പോൾ ഒരു ഉസ്താദിന് സുഖമില്ല, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഒരു ഉസ്താദിന് വീട്ടിൽ പോകണം, ആ സമയത്ത് നമ്മൾ ബഹളമൊന്നും ഉണ്ടാക്കാം. എന്താ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ മോദിനില്ലല്ലോ, ഉസ്താദില്ലല്ലോ, മറ്റേതില്ലല്ലോ, മറിച്ചതില്ലല്ലോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ഉള്ള സമയത്ത് കയറി ബാങ്ക് കൊടുക്കാൻ കഴിയണം. ചില ആളുകൾക്ക് പേടിയാ, ഉസ്താദെ ഞാൻ കൊടുത്ത ബാങ്ക് ശരിയാകുമോ? ഇവിടെ ആര് കൊടുത്താലും ബാങ്ക് ശരിയാകും, പക്ഷേ മദ്രസയിൽ പോയി പഠിക്കണം. അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലെ, നിങ്ങൾ കണ്ടിട്ടില്ലേ മദ്രസയിൽ ഇപ്പൊ മക്കളെ വിടാൻ ഭയങ്കര മടിയാ താത്തമാർക്ക്. സ്കൂളിൽ കണക്ക് പരീക്ഷയാണെങ്കിൽ അന്ന് മക്കളെ മദ്രസയിൽ വിടൂല. സ്കൂളിൽ കണക്ക് പരീക്ഷയാണെങ്കിൽ മാത്തമാറ്റിക്സ് ആണെങ്കിൽ അന്ന് എന്ത് ചെയ്യൂല, മക്കളെ മദ്രസയിൽ വിടൂല. കേറാ പഠിക്കണം, A സ്ക്വയർ പ്ലസ് B സ്ക്വയർ = മറ്റേ സ്കോറും മറിച്ച സ്കോറും മറിച്ച സ്കോർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കും. പോയി എഴുതും, പരീക്ഷ എഴുതും. മാർക്ക് വരുമ്പോഴോ 80 മൊട്ട, 83. എന്തേ കൊച്ചിനെ തല്ലിട്ട് കാര്യമുണ്ടപ്പ? ഇല്ല. എന്തേ മദ്രസയിൽ വിടാതെ സ്കൂളിൽ വിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. തിങ്കൾ തൊട്ട് വ്യാഴം വരെ നമ്മുടെ കുട്ടികൾക്ക് ഒരു അസുഖമില്ല, പനിയില്ല, ജലദോഷമില്ല, ചുമയില്ല, ഹാർട്ട് വേദനയില്ല, കിഡ്നി വേദനയില്ല, അറ്റാക്കില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. വെള്ളിയാഴ്ച പൊതു അവധി. ശനി നേരം പൊന്നുമോനെ മദ്രസയിലേക്ക് കാണാനില്ല. തിങ്കളാഴ്ച രാവിലെ ആവും നമ്മുടെ ഖത്തീബ് ഉസ്താദിന്റെ സദറിന്റെ ഫോണിൽ പ്രസിഡന്റ് വിളിച്ചിട്ട് കിട്ടണില്ല. എന്തേ? ഓരോ താത്താമാരും വിളിച്ചിട്ട് പറയാ, ഉസ്താദേ ശനിയാഴ്ച ഞായറാഴ്ച എന്റെ പൊന്നുമോൻ ഹാമിദ് വന്നിട്ടില്ല, അവന് പനിയാ. എന്റെ പൊന്നുമോൻ കമർ വന്നിട്ടില്ല, അവന് ജലദോഷമാ, അവന് തുമ്മല. അതുകൊണ്ട് ഉസ്താദ് അവനെ അടിക്കരുത്, കയറ്റണമെന്ന് പറയും. എന്ത് തുമ്മല്, എന്ത് ജലദോഷം? ഉസ്താദ് ശനി നേരം നിക്കാഹിന് പോയപ്പോ ഉസ്താദിന്റെ തൊട്ടടുത്തിരുന്നിട്ട് സ്വന്തം മദ്രസയിൽ പഠിപ്പിക്കാൻ ഉസ്താദാണെന്ന് പോലും മൈൻഡ് ചെയ്യാതെ ബീഫ് എടുത്തിട്ട് കഴിച്ച ചങ്ങാതിയ ശനി നേരം ജലദോഷം എന്ന് പറയണേ. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഉമ്മമാരെ, മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. അതുകൊണ്ട് ളുഹാ നിസ്കരിച്ചാൽ, പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടുകൂടി നിൽക്കാൻ കഴിയുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ.